സൗത്ത് ഗോവയിലുള്ള ഒരു ബട്ടർഫ്ലൈ ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടിൽ കൂടി നടന്നിട്ട് വേണം നമുക്ക് ഈ ബീച്ചിലെത്താനായിട്ട്. അപ്പോൾ ആ കാട്ടിൽ കൂടി ഒരു 1.25 കിലോമീറ്ററോളം നടന്നു വന്നിട്ട് ഈ ഒരു സൺസെറ്റ് കാണുമ്പോൾ ഒരു പൊളി വൈബാണ്. ഇത് ഏറ്റവും പുതിയതായിട്ട് ഞങ്ങൾ ചെന്നതിൻ്റെ തലേ ദിവസം മോദിയും നിതിൻ ഗഡ്കരിയും വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു അടിപൊളിയാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ. നല്ല ഹൈറ്റ് ഉണ്ട്, 1 വേ ആയിട്ട് 3 വേസ് ട്രാക്ക് ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി കാഴ്ചയാണ്. പകലായാലും രാത്രിയായാലും ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗോവയുടെ ഒരു ഐക്കണായിട്ട് ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് മാറാൻ ചാൻസ് ഉണ്ട്. ഇത് അങ്ങോട്ടുള്ള വഴിയാണ്. ഈ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാടാണിത്, പക്ക ഒരു കാട് തന്നെ. പക്ഷേ ആ കാടിൻ്റെ നടുവിലൂടെ ചെമ്മണ്ണ് നിറഞ്ഞ വഴി കൂടി വഴി വെട്ടിത്തെളിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ സാധാരണ കാടുകളിൽ കാണുന്ന പോലെ കറുത്ത നിറത്തിൽ അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറത്തിലുള്ള മണ്ണല്ല, ഒരു ചെമ്മണ്ണ് പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഈ പച്ചപ്പ് നിറഞ്ഞ ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നേരിട്ട് കാണാനായിട്ട് വേറെ കാടുകളിലൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം, കാണുമ്പോൾ നമുക്കിതൊരു പുതുമ തന്നെയാണ്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമുക്കിങ്ങനെ നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഈ ബീച്ചിലേക്ക് എത്താനായിട്ട്. സന്ധ്യാസമയം ആയതുകൊണ്ട് ഏകദേശം സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീലർക്ക് മാത്രമേ ഇതിലെ പ്രവേശനമുള്ളൂ, 4 വീലേഴ്സിന് ഇതിലെ പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതിന് നമ്മൾ നേരത്തെ പാർക്ക് ചെയ്ത് കൊടുത്ത് തന്നെ നിർബന്ധമായിട്ടും പാർക്ക് ചെയ്യണം. കാരണം ബീച്ചിൻ്റെ സൈഡിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ്. ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ജിപ്സിയിലും ജീപ്പിലും എല്ലാം ഇങ്ങോട്ടൊരു സഫാരി നടത്തുന്നുണ്ട്. അതല്ലാതെ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് അലൗഡ് അല്ല. ഈ ഒരു സഫാരി മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ബൈക്കിന് വരുന്നവരെല്ലാം അത് റെൻ്റ് വണ്ടിയായാലും സ്വന്തം വണ്ടിയായാലും ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കടകളും അതേപോലെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയ സൗകര്യമുണ്ട്. ശരിക്കും ഇതിലേ പോകുമ്പോൾ നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. കാരണം ചുറ്റും മരങ്ങളാണല്ലോ, നല്ല തണുപ്പുണ്ട്. പക്ഷേ നടന്ന് അയ്യോ ചെറിയ കിതപ്പുണ്ട്, ശ്വാസത്തിന് ചെറിയൊരു പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. കാരണം മൊത്തം കല്ലുകളാണ്. ഈ ചെറിയ കല്ലുകളിൽ കാല് തട്ടിയാൽ പണി കിട്ടും. ഇതുവരെ വന്നതിൽ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ദുർഘടമായ പാതയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നല്ല ഇടുങ്ങിയ വഴിയാണ്. അതേപോലെ തന്നെ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നല്ല കട്ടക്കാടും സൈഡിലൊക്കെ നോക്കി ശരിക്കും നല്ല അടിപൊളി കാടാണ്. കാട്ടുവള്ളികളും കുറേ കല്ലും മരങ്ങളും എല്ലാം ഉണ്ട്. ഇമാതിരി ഒരു കിടങ്ങ് പോലെയുള്ളൊരു ഭാഗമാണത്. നല്ല സ്റ്റൈലാണ്, നല്ല രസമാണ്. പക്ഷേ വെളിച്ചം കുറച്ച് കുറവാണ് ഇവിടെ എത്തുമ്പോൾ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെ ഇറങ്ങി വേണം ഇനി അങ്ങോട്ട് എത്താൻ. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടി കടന്നു വേണം സ്വർഗത്തിലെത്താൻ എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ ഒരു അടിപൊളി ബീച്ചിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് മാതിരി ദുർഘടമായ പാതയിലൂടെ കടന്നു പോകണം. പക്ഷേ സംഭവം എന്തായാലും രസമാണ്, ഒരു അഡ്വഞ്ചറസ് ട്രക്കിംഗ് പോലെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ കുറച്ച് പ്രായമായവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാടും മലയൊക്കെ കടന്ന് ബീച്ചിൻ്റെ ആ ഒരു വ്യൂ ഇപ്പോൾ നമുക്ക് കാണാം. അടിപൊളി.
ഇവിടെ ഈ കാണുന്ന ബോട്ടുകളൊന്നും മത്സ്യബന്ധനത്തിന് പോകുന്നവരല്ല. ശരിക്കും ഇത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഒരു കടൽ സവാരി എന്ന പോലെ ഈ ചെറിയ ബോട്ടുകളായിട്ട് കൊണ്ടുപോകും. Hello.